ഹായ് എവരിബഡി. 1960 ശേഷം കേരള സർവീസ് ചട്ടത്തിൽ നമ്മൾ സർവീസ് റൂളിൽ, അതായത് ഈ സർക്കാർ ജീവനക്കാർ കലാപരമായിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തൊക്കെ വേണം എന്നില്ല എന്തെങ്കിലും 60 ചട്ടം നിലവിലുണ്ട്. 60 ശേഷം അങ്ങനൊരു ചട്ടം, ആ ചട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയതായിട്ട്. കാരണം 60 ശേഷം എന്ന് പറയുമ്പോൾ 63 വർഷം, അതെ, 63 വർഷത്തിന് മുന്നെയാണ് കേരളത്തിൽ ഇത് നിലവിൽ വന്നിട്ടുള്ളത്. 1960 അത് പ്രത്യേകം പറയുന്നുണ്ട്. 60 ചട്ടപ്രകാരം ആ 60 ചട്ടം ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഒന്ന്, പിന്നെ ആ 60 ചട്ടത്തിൽ ആ സമയത്ത് യൂട്യൂബില്ല, സോഷ്യൽ മീഡിയയില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. ആ ചട്ടപ്രകാരം പോയി ചത്തോ, യൂട്യൂബ് ചെയ്തുകൊണ്ട് നിൻ്റെ ജോലി കളയും, നീ പോയിട്ട് ചത്തോന്ന് ഇൻഡയറക്റ്റായിട്ട് ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരിച്ച് ഒരു വീഡിയോ ഇടണം. അതിപ്പോൾ ഇതിൻ്റെ പിറകിലിട്ടിട്ടുണ്ട്. അതായിട്ടില്ല, ഒന്നും കൂടി ഇടണം. ഞാൻ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോവും. അപ്പുറത്ത് ആശമാരുണ്ട്, അപ്പോൾ ഞാനും അതിൻ്റെ ഇപ്പുറത്ത് കാണും. ഞാൻ മരിച്ചാലേ തിരിച്ചു വരൂ, അല്ലെങ്കിൽ എൻ്റെ നിയമം സത്യം പുറത്തു വരുന്നവരെ ഞാനും അവിടെ കാണും. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, വീട്ടിലിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരിക്കാം. കാരണം അത്ര ലേഡീസിനിങ്ങനെ സംരക്ഷിച്ച് പുണരുന്ന, കെട്ടിപ്പിടിക്കുന്ന ലേഡീസിനിങ്ങനെ അയ്യോ അയ്യോ ഇങ്ങനെ ആശ്വസിപ്പിച്ച് കൊല്ലുന്നു. കേരളത്തിൽ പെണ്ണുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് ഇങ്ങനെ ജോലി സ്ഥലത്തും എവിടെ പോയാലും സംരക്ഷിക്കുന്നു. അപ്പോൾ പോക്ക് സെക്രട്ടേറിയറ്റിലേക്കാന്നേ, കാണാം, സെക്രട്ടേറിയറ്റ് കാണാം. എന്തിന് ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും തെളിയിച്ചിട്ടൊക്കെ ജീവിച്ച പോരെ, അല്ലേ?